സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സീന ആനന്ദൻ. ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ 10-ാം തീയതിയാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നത് ഞാൻ ഉടമ്പടി എടുക്കാനൊന്നുമല്ല, ജീവനോടെ ഇരിക്കുന്ന ഈ അമ്മേനെ ഒന്ന് കാണണം, അമ്മോട് ഒന്ന് ഒന്ന് സംസാരിച്ച് പോകണം എന്ന് കരുതി മാത്രമാണ് ഞങ്ങളൊരു 5-8 പേര് കൂടെ അങ്ങോട്ട് വന്നത്. വന്നു കഴിഞ്ഞ് ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ജോസഫ് അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. ഹിന്ദുവായ ഞാൻ 20 വർഷത്തിലേറെയായി ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഈശോ പല ഭാഗങ്ങളിലും കടുകുമണിയോടും അതുപോലെ തന്നെ വയലിനോടും രത്നങ്ങളോടും ഒക്കെ സ്വർഗത്തെ ഉപമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സംശയമാണ്, ഞാൻ പോവോ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വർഗം കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഈ ഉടമ്പടി കേട്ടപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാനും എനിക്ക് പ്രിയപ്പെട്ടതായ കുറച്ച് പേരുണ്ട് ഹിന്ദുക്കളായിട്ട്, അമ്മേനെ ഈശോനെ കട്ടയ്ക്ക് വിശ്വസിച്ച് ജീവിക്കുന്നവർ, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കിടന്നിട്ടും ഈശോയെ പഴിക്കാതെയും പഴി പറയാതെയും ജീവിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരെനിക്കുണ്ട്. കൂട്ടുകാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുക. എൻ്റെ നിയോഗങ്ങൾ എനിക്ക് ഒരെണ്ണെങ്കിലും സാധിച്ചു തന്നാൽ മതി. പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നിയോഗം വെച്ച് കാര്യങ്ങൾ സാധിക്കാനോ അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നടക്കാത്ത ഒരാഗ്രഹം ഞാൻ മാതാവിനോട് പറഞ്ഞു. കാരണം ഞാൻ 5 വർഷത്തിലധികമായിട്ട് ആഗ്രഹിക്കുന്ന അത്രയും വലിയൊരാഗ്രഹം, നിയോഗത്തിൽ വയ്ക്കാത്ത അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് ഏറ്റവും മുന്നേ ചെയ്തു തന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ഉടമ്പടിക്ക് മാത്രമായിട്ട് വന്നതല്ല എന്നും എൻ്റെ ജീവിതത്തിൽ ഈശോയെ മാതാവും ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് പോലും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് നടത്തി തന്നിട്ടാണ് ഞാൻ ഈശോയുടെ സ്നേഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ 15 കൊല്ലം മുൻപ് എനിക്ക് തലച്ചോറിൽ TB വന്ന് എൻ്റെ 96% തലച്ചോറും ഫംഗസ് വന്ന് പോയതാണ്. എൻ്റെ ഈ ഒരു വശം തളർന്നതാണ്. ഞാനെല്ലാം 2ആയിട്ടാണ് കണ്ടിരുന്നത്. എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ കൊഞ്ഞച്ചാണ് സംസാരിച്ചിരുന്നത്. വെറും 3 ദിവസത്തെ ആയുസ് പറഞ്ഞിട്ട് ഡോക്ടർമാരെന്നെ വെറുതെ മെഡിക്കൽ കോളേജിൽ കിടത്തിയിരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല, 26 ദിവസം 28 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല, എന്തുകൊണ്ടാണ് മരിക്കാത്തതെന്നും ഡോക്ടർമാർക്ക് അറിയുന്നില്ല. പാവം എൻ്റെ ഒരമ്മ മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എൻ്റെ അമ്മ മാത്രം അറിഞ്ഞിട്ടില്ല ഞാൻ 3 ദിവസം ജീവിച്ചിരിക്കുള്ളൂ എന്ന്. അങ്ങനെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലൂടെയും മറ്റനേകം പേരുടെ പ്രാർത്ഥനയിലൂടെയും ഇന്ന് 15 വർഷമായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. 3 ദിവസം മാത്രം ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ട് കുറേശ്ശെ കാണാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി. ഒരു വശം വലത്തുവശം ശരിയായി തുടങ്ങി. ഇപ്പോഴും അന്നത്തെ അനുഭവം ഇന്ന് നിങ്ങൾക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും ഈശോ എൻ്റെ 4 വിരലുകൾ മടക്കി വെച്ചിരിക്കുകയാണ്. ഒരൊറ്റ വിരലിൻ്റെ തള്ളവിരലിൻ്റെ ബാലൻസിലാണ് എൻ്റെ വലത്തുകാല് ചലിക്കുന്നതും ഞാൻ നടക്കുന്നതും ഒക്കെ. അതുപോലെ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം. ആ വയ്യായ വന്നത് മൂലം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ, എൻ്റെ ശരീരം ഫുള്ളും പഴുത്തു, ഉള്ളും പുറം ഫുള്ളും പഴുത്ത് ചീഞ്ഞ ഒരു മാംസ കഷ്ണമായിരുന്നു ഞാൻ. ആര് കണ്ടാലും പേടിക്കുന്ന തരത്തിലുള്ള ഒരു മാംസ കഷ്ണം. അതിൽ നിന്നൊക്കെ മാതാവും ഈശോയെ ഒത്തിരി അനുഗ്രഹിച്ച് ഇത്രത്തോളാക്കി. എന്നാലും യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് മാറിയിരുന്നില്ല. ഒരു വെറും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വേദനയിലൂടെയാണ് ഞാൻ കഴിഞ്ഞു പോയിരുന്നത്. കഴിഞ്ഞ 14 വർഷമായിട്ട് പഴുപ്പും ചെലവും വന്ന് സഹിക്കാൻ പറ്റാത്ത വേദന. ആ വേദന വരുമ്പോഴും ഞാൻ ഈശോയുടെ കുരിശു രൂപം
നോക്കി പറയും, ഈശോയെ എൻ്റെ ഈ കൊച്ചു സഹനം എന്നേക്കാളധികം സഹിക്കുന്ന ആർക്കെങ്കിലും നീ അത് കൊടുക്കണം, അവരെ രക്ഷിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുക. ഇവിടെ വന്ന് ഞാൻ അത് മാതാവിനോട് പറഞ്ഞു പോലുമില്ല, നിയോഗത്തിൽ എഴുതിയ പോലുമില്ല. 1 വർഷം 4 മാസമായിട്ട് എനിക്ക് യൂറിനറി പ്രശ്നമില്ല. ആ ഒരു വലിയ വേദനയിൽ നിന്ന് മാതാവിനെ വിടുവിച്ചു. അതുപോലെ 1ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ അച്ഛനമ്മയും തന്നെയാണ് താമസിക്കുന്നത്. ഒരു ഓടിട്ട വീടാണ്, പഴയ വീടാണ്, ഉള്ളിൽ ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കൊറോണ വന്നേപ്പന്നെ എനിക്ക് ഈശോയോട് പറയാനുള്ളത്, എൻ്റെ അച്ഛനമ്മയ്ക്കും ഒരു ഹാളും ഒരടുക്കളയും ഉള്ളിലൊരു ബാത്റൂമും കൈ കഴുകാനായിട്ടൊരു സിങ്കും വാഷിംഗ് ബേസിനുള്ള ഒരു കൊച്ചു വീട് നൽകണേ ഈശോ എന്നായിരുന്നു. 5 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ 1ാമത്തെ നിയോഗം എഴുതിയത്, മാതാവേ ഒരു 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഒരു കൊച്ചു വീട് പണിത് കൊടുക്കാം. പക്ഷേ മോളായി എനിക്ക് 7 ലക്ഷം പോയിട്ട് ഒരു 700 രൂപ പോലും കൊടുക്കാൻ വകയില്ല. എങ്ങനെയെങ്കിലും ഒരിക്കലും നടക്കാത്ത ഈ ഒരു കാര്യം എൻ്റെ അച്ഛനമ്മയ്ക്കും ചെയ്തു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പോണ സമയത്ത് ഇവിടുന്ന് 3 കല്ലെടുത്തു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് കുരിശ് വരച്ച്. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അമ്മേ, എനിക്കും ഇവിടെയുള്ളവർക്കൊക്കെ ഇത്രയും രോഗസൗഖ്യ അത്ഭുതം മാതാവിന് ഈശോയ്ക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ അച്ഛനമ്മയ്ക്കും ഇത് ചെയ്തു തരാനായിട്ട് സാധിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ തറക്കല്ലിടുമ്പോൾ ഈ കല്ല് വെച്ചായിരിക്കും ആ ഭവനം പണിയാന്ന്. അങ്ങനെ 3 മാസത്തിനുള്ളിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ എൻ്റെ അച്ഛനമ്മയ്ക്കും ലോൺ പാസ്സായി. ഒരിക്കലും നടക്കാത്ത സംഭവമാണത്. കാരണം ഒത്തിരിയേറെ താഴ്ന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛനമ്മയും താമസിക്കുന്നത്. അവർക്ക് പോലും കിട്ടാത്ത സ്ഥാനത്ത് എൻ്റെ അച്ഛനമ്മയ്ക്കും ആ ഭവനത്തിനുള്ള പണിയാനുള്ള അനുമതി കിട്ടി. 1ാമത്തെ ഉടമ്പടി ഞാനിവിടെ പുതുക്കാൻ വരുമ്പോൾ തറ പണിതിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ കല്ലും കാശുരൂപമൊക്കെ വെച്ച് തറ പണിത് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ പണിയും പൂർത്തിയാക്കി ഈശോ തന്നു. ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ആ വീട്ടിലേക്ക് താമസം മാറ്റിയാണ് എൻ്റെ അച്ഛനമ്മയും. അടുത്ത സാക്ഷ്യം, എൻ്റെ വീട്ടിൽ 10 വർഷത്തിലധികമായി ഒരു 7 സെൻറ്റ് സ്ഥലമാണുള്ളത്. ആ 7 സെൻറ്റ് സ്ഥലത്തിൽ എവിടെ നോക്കിയാലും പാമ്പുകളായിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയും കോട്ടയം ജെറുസലേമിലൊക്കെ പ്രാർത്ഥിക്കാൻ പോവും. അവിടുത്തെ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. എന്നിട്ടും എന്താണെന്നറിയില്ല, പാമ്പുകളൊക്കെ കാണുമായിരുന്നു. മക്കളുടെ റൂമിലേക്ക് വരെ കടന്നു വന്നിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപകടമൊന്നും വരുത്താതെ ഈശോ നോക്കിയായിരുന്നു. പക്ഷെ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ എൻ്റെ താഴെയുള്ള മകളും ഞാനും കൂടെ മാതാവിൻ്റെ ഒരു കൊച്ചു രൂപം ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. അതും ഈ ഉടമ്പടി പുസ്തകവും ഉപ്പും കൊണ്ട് ആ സ്ഥലത്തിൻ്റെ ചുറ്റും നടന്ന് സർവശക്തനായ പിതാവും പറഞ്ഞ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൽ പിന്നെ 1 വർഷത്തിലധികമായി ഒരു പാമ്പിനെ പോലും ഞങ്ങളുടെ വീട്ടിൽ കടന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവ് ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ കളറ് പോലെ പ്രാണികൾ നമ്മൾക്ക് കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല, അതുപോലത്തെ നിറച്ച് പ്രാണികളായിരുന്നു. അതും ഇതുപോലെ തന്നെ ഉപ്പും തൈലോട്ട് പ്രാർത്ഥിച്ചു. വെള്ളം പിന്നെ അങ്ങനത്തെ അണുക്കളുകളെ കണ്ടിട്ടില്ല. അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മകൻ BVOC MLT മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സാണ് അവൻ എഴുതിയത്. അത് 1 വർഷമായിട്ട് അവൻ്റെ റിസൾട്ട് വന്നു, അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ജോലിക്കും വേറെ പഠിക്കാനൊക്കെ പോയപ്പോഴും അവന് മാത്രം വീട്ടിലിരുന്ന് ആകെ ടെൻഷനായി. കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ
അടുത്ത പ്രാവശ്യം പുതുക്കാൻ വരുമ്പോഴത്തേനും മോൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങി തരണേന്ന്. 1 മാസം തികച്ചായില്ല, അവൻ്റെ സർട്ടിഫിക്കറ്റ് വന്നു. ചെറുതാണെങ്കിലും അവനൊരു ജോലിയും കൊടുത്ത് മാതാവ് അവനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ മകള് BSc നഴ്സിങ്ങിന് എക്സ്പീരിയൻസിനായിട്ട് ബാംഗ്ലൂർ, അവൾ പഠിച്ചത് അവിടെ തന്നെയാണ്. 1 വർഷം കഴിയുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞാണ് കൊച്ചിനെ കയറ്റിയത്. പക്ഷെ 1 വർഷം കഴിഞ്ഞിട്ടും അവർ സർട്ടിഫിക്കറ്റ് തരുന്നില്ല, 1.25 വർഷമായിട്ടും തരുന്നില്ല. അപ്പോൾ കൊച്ചിനാകെ ടെൻഷനായി, ഭയങ്കര ഓവർലോഡ്, പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും വയ്യ, എന്നും ഹോസ്പിറ്റലിലാണ് അവൾ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് 1 മാസം എത്തുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടി. അവളിപ്പോൾ നാട്ടിലുണ്ട്. ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഈ ഉടമ്പടിയിൽ എന്നും നിലനിന്ന് നിത്യതയിലേക്ക് തിരുകുമാരനുമായിട്ട് പ്രാർത്ഥിച്ചും സ്തുതിച്ചും അവിടെ ഒരു ജീവിതം എനിക്ക് വേണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവട്ടെ. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൊറത്തുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് 40 പേരെ നോക്കുന്ന സിസ്റ്റേഴ്സ് നോക്കുന്ന ഒരു ആലയമുണ്ട്. അവിടെ ഞങ്ങൾ 4 പേര് കൂടി അവിടെ 40 പേരുണ്ട്. അവർക്ക് ഞങ്ങൾ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി. ഇപ്പോൾ നൊയമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് മീനും ഇറച്ചിയൊന്നും പറ്റില്ല. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ ഇറച്ചി മീനൊക്കെ ആയിട്ട് അവർക്ക് കൊണ്ടുപോയി വിളമ്പി കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് ഞങ്ങൾ വരും. അതുപോലെ തന്നെ എനിക്ക് എല്ലാ മാസവും മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് പോകണം, മരുന്ന് എപ്പോഴും കഴിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ പോകുമ്പോൾ അച്ഛനമ്മയില്ലാത്ത മക്കളെ കണ്ടിട്ടുണ്ട്, ഭർത്താവ് മരിച്ച വിധവകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അറിയാവുന്നതുകൊണ്ട് അവിടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുക്കും. അങ്ങനെ അവരുടെ മക്കൾക്ക് ബാഗും പുസ്തകവും കൊടയും ഒക്കെ കൊടുക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ടും ചെയ്യിക്കാറുണ്ട്. ഈശോയ്ക്ക് നന്ദി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ സീന അനന്തൻ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ ശാരീരികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിയത്, വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറിപ്പോയതെന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു. 15 വർഷം മുമ്പ് ശരീരം പൂർണ്ണമായിട്ട് തളർന്ന് മരണത്തിൻ്റെ വക്കിൽ വരെ എത്തി. അതിനുശേഷം ജീവനിലേക്ക് തിരിച്ചു വന്ന ഈ സഹോദരിക്ക് 15 വർഷമായിട്ടുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷനാണ് ഉടമ്പടി ജീവിതത്തിലൂടെ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സൗഖ്യപ്പെട്ടത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെയും അതുപോലെ തന്നെ ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തയോടുകൂടി ജീവിച്ചപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും ദൈവാനുഭവമാണ് ഈ സഹോദരിക്ക് ലഭിച്ചത്. പിന്നീട് ഈ സഹോദരി പറഞ്ഞു, ഒരു ഭവനമില്ലാതിരുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതെന്ന്. നമ്മളിവിടെ കാണുന്നൊരു കാഴ്ചയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കടന്നു വരുന്നവർ പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ വീട്ടിലും പറമ്പിലുമൊക്കെ ഉപയോഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഈ സഹോദരിയും നമ്മളോട് പറയുകയാണ്, ഇവിടുന്ന് 3 കല്ലെടുത്തുകൊണ്ട് പോയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവരുടെ ഭവനത്തിൻ്റെ അടിത്തറയിൽ അത് സ്ഥാപിച്ചുവെന്ന്. എങ്ങനെയാണ് ഈശോ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്തതെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി. അതുപോലെ തന്നെ ഭവനത്തിൽ പാമ്പിൻ്റെ ശല്യമുണ്ടായപ്പോഴും മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ടായപ്പോഴും കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് സാന്നിധ്യമായതെന്നും സഹായകരമായതെന്നും മധ്യസ്ഥം നൽകിയതെന്നും കൂടെ വസിച്ചതെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു. ഈ സഹോദരി അതിനേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞു, നിത്യതയോളം എന്നെ എത്തിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചുവെന്ന്.
നിത്യതയിൽ ഈശോയോടൊപ്പമായിരുന്നു കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇനിയും പ്രാർത്ഥിക്കുമെന്ന് ധൈര്യസമേതം ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. വിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കി മാറ്റി ഈ കൃപാസനം ദേവാലയത്തിൽ എത്തിച്ച് യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ സെൻറ്റ് റീത്താസ് ഇടവക അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഓഗസ്റ്റ് 1 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ അമ്മ എൻ്റെ അടുക്കൽ ഒരു സ്വപ്നത്തിൽ വന്ന് എനിക്കൊരു അനുഭവം നൽകിയിരുന്നു. അതായത് ഏകദേശം 2018-19 വർഷമാണ്. സ്വപ്നത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഞാനും അപ്പയും അമ്മയും സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു. ഞാനും അപ്പയും അമ്മയും കൂടി കൊന്ത ചൊല്ലിക്കൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ വെള്ളം ഒരു മതിൽ പോലെ സിറ്റ് ഔട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിൽ ഒരുപാട് ആൾക്കാരും ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ മേളിൽ പരിശുദ്ധ അമ്മ എനിക്ക് മാതാവിനെക്കുറിച്ച്, കൃപാസനം മാതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സമയമായിരുന്നു അന്ന്. ഗ്രേ കളറിലൊരു മാതാവ് അതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. ഞാൻ വല്ലാണ്ട് ഭയന്ന് പേടിച്ച് സ്വപ്നത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ അടുത്ത് കിടന്ന അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സ്വപ്നം പറഞ്ഞു. അത് കഴിഞ്ഞ് അത് പോയി. പിന്നെ പിറ്റേ ആഴ്ച അമ്മയുടെ വീട് ചേർത്തലയാണ്. എൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞു ഇങ്ങനെ ഇവിടെ അടുത്ത് കൃപാസനം ഒരു പള്ളിയുണ്ട്, അപ്പോൾ അവിടെ മാതാവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തിരിച്ച് പോണ വഴിക്ക് അവിടെ ഒന്ന് പോയി കയറിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നു. വരുന്ന വഴി വിളക്കിൽ തൈലം ഉണ്ടായിരുന്നു. അപ്പോൾ തൈലം എടുത്ത് അമ്മ കൈകൊണ്ട് തൊട്ട് എൻ്റെ കാലിൻ്റെ അടിയിലൊരു 10-15 അരിമ്പാറ പോലെ കുരുക്കളുണ്ടായിരുന്നു. അവിടെ കുരിശ് വരച്ച് തന്നു. അതിനുശേഷം ഞങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കയറി. ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തിയപ്പോൾ നേരെ നോക്കിയപ്പോഴാണ് കാണുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മാതാവാണ് ഇവിടെ ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. അതേ ഗ്രേ കളർ മാതാവും ഞാൻ കണ്ട പോലെ തന്നെ വെള്ളത്തിന് മേളിൽ നിൽക്കുന്ന രൂപമായിരുന്നു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഈ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഈ ഒരു വലിയ അനുഭവം മാതാവിനെ എനിക്ക് അറിയില്ലായിരുന്ന സമയത്ത് നൽകിയ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ പോയി ഒരു 2-3 ദിവസത്തിനുള്ളിൽ കാലിലുണ്ടായിരുന്ന ആ അരിമ്പാറ അത് മുഴുവനായി മാറി, ഫുൾ ക്ലിയറായി. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ഇതുപോലെ തന്നെ കയ്യിൽ റൈറ്റ് ഹാൻഡിൽ ചൂണ്ടുവിരലിൽ ഒരെണ്ണം മാത്രമായിട്ട് വീണ്ടും വന്നു. അത് കഴിഞ്ഞ് അതിങ്ങനെ കുറച്ച് വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ PG കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിവാഹാലോചനയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ അപ്പ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, സെപ്റ്റംബർ മാസം. അപ്പോൾ അതിലെ മെയിൻ നിയോഗം എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം അമ്മ ഇവിടെ വന്നിട്ട് എനിക്കൊരു ജപമാല വാങ്ങിച്ചിട്ടാണ് 2-3 ജപമാല വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നത്. എന്നാൽ അത് ആദ്യം എനിക്ക് തന്നിരുന്നില്ല. ഞാൻ എന്നും ജപമാല കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജപമാല കാണാണ്ടായി. ആദ്യത്തെ ജപമാല കാണാണ്ടായി. ഞാൻ പുതിയത് വേറെ ഒരെണ്ണം എടുത്തു. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ജപമാല കാണാണ്ടായി. പിന്നെ 3-ാമത്തെ ദിവസം ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോകാനായിട്ട് നിന്നപ്പോൾ ഞാൻ അമ്മയടുത്ത് എനിക്കൊരു ജപമാല തരുമെന്ന് ചോദിച്ചു. അമ്മ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ച ജപമാലയാണ് എനിക്ക് തന്നത്. ഞാൻ ആ ജപമാല കൊണ്ട് 2-3 ദിവസം ജപമാല എത്തിച്ചു. അപ്പോഴത്തേക്കും എനിക്ക് കയ്യിൽ വന്നിരുന്ന ആ ഒരു അരിമ്പാറ കൂടി മാറി. അപ്പോൾ എനിക്കത് ഉറപ്പായി കാലിലേ മാറിയത് കൃപാസനം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തി. അങ്ങനെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യമായ രീതിയിൽ വിവാഹാലോചന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2-3 പേരെയൊക്കെ കണ്ടു. പക്ഷേ എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കൊന്നും ശരിയായൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല.
ഏതാണ് ഫോർവേഡ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കുടുംബത്തിൽ. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് 3 പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ സുഗന്ധ അഭിഷേകം ലഭിക്കുകയുണ്ടായി. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിന് 1 പ്രാവശ്യം സുഗന്ധ അഭിഷേകം ലഭിച്ചു. ഇതൊക്കെ മാതാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളൊരു ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത്. അത് കഴിഞ്ഞ് അപ്പം ഇവിടെ വന്ന് സിസ്റ്ററിനെ കണ്ടു പറഞ്ഞു, ഇങ്ങനെ ഏതാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ സിസ്റ്റർ പറഞ്ഞു, മോളോട് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് 2023 ഓഗസ്റ്റ് 1 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേർച്ച വസ്തുവായിട്ട് തേൻ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തേൻ മാത്രമല്ല ഉപ്പും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തേനും ഉപ്പും ഉപയോഗിച്ചു തുടങ്ങി. ഉപ്പും ഉപയോഗിക്കണം, നിൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം തൊട്ട് ഞാൻ തേനും ഉപ്പും ഉപയോഗിച്ചു തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ തൈലം അപ്പം ഉടമ്പടി എടുത്ത കാലം തൊട്ട് ഞങ്ങൾ എന്നും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും 2 കൈകളിലും തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് രാവിലെയും രാത്രിയും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഉടമ്പടി എടുത്ത് ഇങ്ങനൊരു സ്വപ്നം കണ്ട ശേഷം പിന്നെ എനിക്ക് വന്നൊരാലോചന, എൻ്റെ വീട്ടിലുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വളരെ താല്പര്യപ്പെട്ടതായിരുന്നു. പക്ഷേ എനിക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കൂടെ 2 വർഷം എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും മറ്റുള്ളവർ പല രീതിയിൽ സംസാരിക്കാൻ ഇടയാവാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എന്ത് ചെയ്യും, എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്കറിയണില്ല. പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിൽ അവർ പെണ്ണ് കാണാൻ വരാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാമ്മ ഇത് തന്നെയാണ് നീ എനിക്ക് നിയോഗിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് എന്തായാലും 1 ആഴ്ച കൂടി സമയം തരണം എനിക്ക് ഒരുങ്ങാനായിട്ട്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ വിളിച്ച് പറഞ്ഞു, 1 ആഴ്ച കൂടി, ഈ ഞായറാഴ്ചയല്ല അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ഞങ്ങൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രത്യേക കാരണത്താൽ എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കാമെന്ന് തോന്നി. എന്നാലും ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആരും ആ സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ കരഞ്ഞ് സങ്കടപ്പെട്ട് ഞാൻ എൻ്റെ റൂമിൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും മുഴുവൻ ജപമാല എത്തിക്കും, മറ്റ് പേഴ്സണൽ പ്രെയറും എത്തിക്കും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്. ഒരു മുടക്കവും വരാണ്ട് എല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം വന്നപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ആദ്യം ഞാൻ എൻ്റെ കട്ടിലയിൽ കിടന്നാണ് ഞാൻ കൊന്ത എത്തിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കർട്ടൻ തുറന്നെടുക്കേണ്ട ഒരു നെറ്റിൻ്റെ കർട്ടനാണ് ഇട്ടേക്കുന്നത്. അതിൽ ഒരു 2 കണ്ണുകൾ പോലെ തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ എന്താണോ പെട്ടെന്ന് തന്നെ നോക്കുന്ന പോലെ തോന്നി. ഞാൻ വേഗം കണ്ണടച്ച് പിന്നെയും കടന്നു. പിന്നെയും തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി, നിഴൽ പോലെ. അതിനുശേഷം മാതാവിൻ്റെ ഫുൾ ഫേസ്, ഷോള്, കൃപാസന മാതാവിൻ്റെ ഷോള് ഒരു ഹാഫ് വരെ ഫുൾ ആ കർട്ടനിൽ തെളിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും കൃപാസന മാതാവ് തന്നെയാണ്. മാതാവിൻ്റെ ചുണ്ടുകൾ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കണ്ണടച്ച് കടന്ന് കൊന്ന ചൊല്ലി ഇടയ്ക്ക് ഞാൻ കണ്ണോർന്ന് നോക്കും. എനിക്ക് ഇടയ്ക്ക് പേടിയാവും. പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെയും കണ്ണോർന്ന് നോക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ് അങ്ങനെ മാതാവ് എൻ്റെ റൂമിൽ കർട്ടനിൽ വന്ന് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു അടയാളമായിട്ടാണ് പരിശുദ്ധ അമ്മ തന്നത്. അത് കഴിഞ്ഞ് 21-ാം തീയതിയാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെയൊരു തെളിഞ്ഞ് വന്നത്. 24-ാം തീയതിയാണ് ഞാൻ ജോസഫ് എന്ന വ്യക്തിനെ പെണ്ണ് കാണുന്നതും. ആ വിവാഹമാണ് ഏപ്രിൽ 21-ാം തീയതി 2024 നടന്നതും. ഈ ഒരു വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പൊതിച്ചോറ് കൊടുക്കാറുണ്ടായിരുന്നു മാസാദ്യ വെള്ളിയാഴ്ചകളിൽ. പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അവരോട് കുറച്ച് സമയം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്.
പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങളും സഹായങ്ങളും പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം ഇവിടുന്ന് അങ്കമാലിക്ക് പോകുന്ന വഴി ഓരോ സ്ഥലങ്ങളിലും നിർത്തി ഫുൾ കൊടുത്ത് പത്രത്തിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഓരോ വ്യക്തികൾക്കും ഇത് എത്തിക്കേണ്ടോടത്തേക്ക് എത്തിക്കാൻ സഹായിക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ വ്യക്തികൾക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ മുൻപിൽ എലിസബത്ത് നെൽസൺ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ് ഓരോ വ്യക്തികളും ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മ തങ്ങളോട് സംവദിക്കുന്നതായിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓരോ ജീവിത സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. എലിസബത്ത് എന്ന സഹോദരിയും നമ്മളോട് പറയുകയായിരുന്നു, തൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ട സമയമായപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ സഹോദരി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ നിന്ന് തനിക്ക് പ്രകടമായിട്ടുള്ള ഒരു സൈൻ കാണിച്ചു തരണമെന്ന് പറയുകയും അങ്ങനെ പരിശുദ്ധ അമ്മ തന്നെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നു. ഈ സഹോദരി തൻ്റെ സാക്ഷ്യം ആരംഭിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു, താൻ പരിശുദ്ധ അമ്മയുടെ ആലയത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ്, കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് തന്നെ തനിക്ക് പരിശുദ്ധ അമ്മയെ സ്വപ്നത്തിൽ കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ആലയത്തിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥിച്ച് തൻ്റെ ത്വക്കിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ മാറിപ്പോയി, തനിക്ക് ത്വക്കുപരമായിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ മാറിപ്പോയി എന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി. പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ അറിഞ്ഞ് സ്നേഹിച്ച് അവളെ സ്വന്തമാക്കുവാനായിട്ട് അല്ലെങ്കിൽ അവനെ സ്വന്തമാക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവരെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതായിട്ടും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർക്കുന്നതായിട്ടും ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നതായിട്ടും നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ സഹോദരി നമ്മളോട് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് സ്നേഹത്തിലും ഭക്തിയിലും വളരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരുക്കിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് ഈ സഹോദരിക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ വലിയ അനുഭവമാണ് സ്വന്തമാകുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മളുടെ പ്രാർത്ഥനകളെ നവീകരിക്കുവാനായിട്ട്, നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുവഴിയായിട്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ മനോഹരമായിട്ട് കൂടുതൽ ഫലമണിയുന്ന ജീവിതമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്നുകൊണ്ട് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അത്ഭുത സാക്ഷിയാവാൻ സാധിച്ചതിന് 1000 നന്ദി. കാരണം എൻ്റെ പേര് ടിൻഡു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോബി. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ ഇതുപോലെ സംസാരിക്കാൻ സൗണ്ടില്ലായിരുന്നു. തുടക്കം എന്ന് പറയുന്നത് 2022 ഡിസംബർ മാസം എൻ്റെ കഴുത്തിന് ഒരു നീര് പോലെ വന്നു. അത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീരാണ്, കുഴപ്പമൊന്നുമില്ല. അന്ന് 2 ആഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക് തന്നു. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും നീര് മാറുന്നില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും തൈറോയിഡിൻ്റെ അകത്തൊരു നോഡ് പോലെ കാണുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല, ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ബയോപ്സി ചെയ്തേക്കാം, കുഴപ്പമൊന്നുമില്ല, ബയോപ്സി ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ബയോപ്സി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് കുത്തിയെടുത്ത് വെള്ളം വിടുന്നതാണ്. അങ്ങനെ കുത്തിയെടുത്ത് വിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കുഴപ്പമുണ്ട്, അപ്പോൾ തൈറോയിഡിൻ്റെ ഒരു വശ എടുത്ത് കളഞ്ഞ് നോക്കാം, അതിനകത്ത് ബയോപ്സി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു പാപ്പിലറി കാർസിനോമയാണ്, ക്യാൻസറാണെന്ന് പറഞ്ഞു. അതിലേറെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് നഷ്ടമായി, സംസാരിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കുട്ടികളോട് സംസാരിക്കാൻ ഞാൻ ആകെപ്പാട് ഡിപ്രഷനിലായി പോയി. സൗദി അറേബ്യയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ ഡിപ്രഷനായിട്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ കൃപാസനത്തിലെ വലിയ ഭക്തിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒന്നും കണ്ട് ഭാരപ്പെടണ്ട, ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, മോളുടെ എല്ലാം നേരെയാകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു കൊന്ത തന്നു.
അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചി ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കൊന്ത കിട്ടിയത്. നീ ഒരു കാര്യം ചെയ്യുക, ബാക്കി ട്രീറ്റ്മെൻറ്റിന് നാട്ടിലേക്ക് കയറി വാ, സൗദി അറേബ്യയിൽ നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്ക് നാട്ടിൽ വന്ന മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ ഡേറ്റ് കിട്ടും ഓപ്പറേഷൻ, നീ ധൈര്യമായിട്ട് കയറി വരാൻ പറഞ്ഞു. പക്ഷെ എന്നിട്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ കയറി വന്നു, എറണാകുളം ലൂർദി പോയി കാണിച്ചു. അന്നേരം എനിക്ക് സൗണ്ടൊന്നുമില്ല സംസാരിക്കാൻ. ലൂർദി പോയി കാണിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഒരാഴ്ച ഞങ്ങളുടെ സമയം തരാമോ ഓപ്പറേഷന്, കാരണം കണ്ടിന്യൂസ് ചുമയാണ്, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമയം തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ നേരെ നോക്കി പറഞ്ഞു, മോളുടെ സൗണ്ട് ജീവിതകാലത്ത് തിരിച്ചു വരത്തില്ല, മോളുടെ ചുമയെ മാറത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ ഡോക്ടറെ, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിലൂടെയും എനിക്ക് എൻ്റെ സൗണ്ട് നേരെയായി, എല്ലാം ഓക്കെ ആയി. ഇപ്പം സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് പൈൽസിൻ്റെ അസുഖമാണ്. എനിക്ക് പൈൽസിൻ്റെ അസുഖം എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എണ്ണ പറ്റി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ വർഷമാണ് എനിക്ക് പൈൽസ് വന്നത്, അതിനുശേഷം വന്നിട്ടില്ല. പിന്നെ എൻ്റെ ആങ്ങളയുടെ ഭവന നിർമ്മാണം, വളരെയേറെ തടസ്സങ്ങളായിരുന്നു ഭവന നിർമ്മാണത്തിന്. ഭവനം നിർമ്മിക്കാൻ സ്ഥാനക്കാരനെ കൊണ്ടുവരും, അത് മാറിപ്പോവും, അങ്ങനെ വളരെയേറെ ഭാരപ്പെട്ടിരുന്നു. അപ്പം ഞാൻ ഏപ്രിൽ 28 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ കൂടെ തന്നെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളയുടെ ഭവന നിർമ്മാണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കാശ് രൂപം അവിടെ സ്ഥലത്തിനകത്ത് കൊണ്ട് 4 മൂലയിലിട്ടു. ഇപ്പം ഭവനം നിർമ്മിച്ചു. ഈ ദൈവം അനുഗ്രഹിച്ചാൽ ഈ മാസം 18-ാം തീയതി പെരകുദാശയാണ്. പിന്നെ വേറൊരു അത്ഭുത സാക്ഷി എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും, സൗദി അറേബ്യയിൽ ഒരു സിസ്റ്ററിന് ആക്സിഡൻ്റ് ആയിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ സിസ്റ്റർ വെൻറ്റിലേറ്ററിലായിരുന്നു, രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞതല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിന് കിട്ടി ഉടമ്പടി കിട്ടിയ ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ആ സിസ്റ്ററെ അടുത്ത് പോയി കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും ചോദിക്കും, നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിസ്റ്റർ ഡിസ്ചാർജായി വീട്ടിൽ പോയി. ഡോക്ടർമാർ പോലും പറഞ്ഞാണ് പോകത്തില്ല എന്ന്. പിന്നെ അതിലൂടെ എൻ്റെ ജീവിതത്തിൽ മാതാവിനെ ഏറ്റു വിശ്വസിച്ചൂടെ വളരെയേറെ അത്ഭുതങ്ങൾ വന്നു. ഒന്നാമത്തെ തന്നെ എൻ്റെ ശബ്ദമാണ്. കാരണം ലൂർദിലെ ഡോക്ടർ എൻ്റെ നേരെ നോക്കി പറഞ്ഞതാണ്, മോളുടെ ശബ്ദം ഒരിക്കലും നേരെ വരത്തില്ല എന്ന്. പിന്നെ വേറൊരു അത്ഭുത സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ലൂർദിൽ റിപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞ് കിട്ടിയത്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ അറിയാം, രോഗം എല്ലായിടത്തും പടർന്നെന്ന്. അങ്ങനെ കണ്ണുനീരോടെ ഇവിടെ വന്നിന്ന് ഞാൻ ആ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അങ്ങനെയാണ്. ഇവിടെ വന്ന് നിന്നപ്പോൾ 5:30 ആയി, കൃപാസനം എല്ലാവരും പോയി. അപ്പം ഞാൻ അവിടുത്തെ സ്റ്റാഫ് റിൻസി ചേച്ചീനെ കണ്ടു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് അത്ഭുതം സൗഖ്യം കിട്ടിയതായിട്ട് തോന്നുക, മോൾ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. മോൾക്ക് സൗഖ്യം കിട്ടും, മോൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എൻ്റെ സൗണ്ട് പരിപൂർണ്ണ നേരെയായി. ഡോക്ടർമാർ പറഞ്ഞതാണ് തിരിച്ചു വരത്തില്ല എന്ന്. എൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്, എൻ്റെ വോക്കൽ കോഡ് പാരലൈസാണ്, ഡോക്ടേഴ്സിനെ പോലും അറിയത്തില്ല സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഇന്ന് ഞാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോള് തന്നെയാണോ സംസാരിക്കുന്നത്, മോളുടെ വോക്കൽ കോഡ് പാരലൈസാണ്, പിന്നെ എവിടെ നിന്നാണ് മോൾക്ക് ഈ സൗണ്ട് വരുന്നതെന്ന്. ഡോക്ടർമാർക്ക് പോലും അതിശയമാണ്. പിന്നെ ഇന്ന് ആക്ച്വലി ഇവിടെ വരാനിരുന്നതല്ല, ഞാൻ ലൂർദിൽ ഫോളോ അപ്പിന് വന്നു. അപ്പോൾ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ്, ഞങ്ങൾ വെക്കേഷന് വന്നത് ഇപ്പോൾ ഫോളോ അപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകാം, പിന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ 3 പ്രാവശ്യം കൃപാസനത്തിൽ വന്നിട്ടുണ്ട്, ഉടമ്പടി എടുത്തതും കൂടെ കൂട്ടി. പക്ഷേ ഇതുവരെ അച്ഛനെ ഒന്ന് കാണാനോ ഒരു ബ്ലെസ്സിങ്സ് മേടിക്കാനോ എനിക്ക് അനുഗ്രഹം ഉണ്ടായിട്ടില്ല. പലപ്പോഴും വരും, അത് മാറിപ്പോകുമായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു, നിനക്ക് ദൈവനിയോഗം ഉണ്ടെങ്കിൽ നിനക്ക് അച്ഛനെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ അച്ഛനെ കണ്ടു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നെ ഹസ്ബൻഡിനെ അച്ഛൻ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ വരാനും സാക്ഷ്യം പറയാനുള്ള സമയമാണ്, ഇനി നമ്മളതിന് ലേറ്റ് വിചാരിക്കരുതെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴായാലും സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയില്ല. കാരണം ഒത്തിരി ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നു, നമുക്കതിനുള്ള ഇത് തരുമെന്ന് അറിയത്തില്ല. പക്ഷേ
ദൈവത്തിൻ്റെ നിയോഗം എന്നോട് എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്ത മാതാവിന് 1000 കോടാനുകോടി നന്ദി. കാരണം എനിക്കിതിനുള്ള യാതൊരു യോഗ്യതയില്ല. ഞാനങ്ങനെ അത്ര ഭക്തിയോ അത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയോ അല്ലായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം എൻ്റെ ഉള്ളംകൈയിൽ എന്നപോലെ കൊണ്ടു നടന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത മാതാവിന് 1000 നന്ദി. കാരണം ഡോക്ടേഴ്സ് എൻ്റെ നേരെ നോക്കി പറഞ്ഞതാണ്, മോൾക്ക് സംസാരിക്കാൻ പറ്റും. ഒരാളുടെ നേരെ നോക്കി പറയുവാണ് സംസാരിക്കാൻ പറ്റത്തില്ല. 2 കുഞ്ഞു മക്കളുണ്ട്, മക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ആ വേദന എന്തായിരുന്നു എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നെനിക്ക് സംസാരിക്കാം, ഉറക്കെ പറയാം, വെള്ളം കുടിക്കാം. എനിക്ക് കഴിഞ്ഞ വർഷം ചുമ വന്നതാണ്, ഇന്നേ വരെ ചുമ വന്നിട്ടില്ല. എൻ്റെ വീട്ടിലെ മക്കൾക്ക് പോലും ചുമ വന്നാലും ദൈവം എനിക്ക് വരുത്തിയിട്ടില്ല ഇന്നേ വരെ. ഇത്രയേറെ കാത്ത് പരിപാലിക്കുന്ന ദൈവത്തിനും മാതാവിനും 1 കോടാനുകോടി നന്ദി. ഇനിയും ഞാനൊരു വലിയ അനുഗ്രഹമായിട്ട് വിചാരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ക്യാൻസർ വന്നത് കാരണം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിനെ കൂടുതൽ അറിയുവാനും സാധിച്ചു എനിക്ക്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത മാതാവിനും തിരുക്കുമാരനും 1 കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം വ്യക്തമായിട്ട് ഈ മകള് പറയുന്നുണ്ട്. അതായത് ഈ ശബ്ദം തിരികെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം ഇവിടെ ശബ്ദമില്ലാതെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെ ഇങ്ങനൊരു സാധ്യതയില്ല. അപ്പോൾ സർജറിയിലേക്ക് പോകുമ്പോഴും കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിക്ക് ആ വിശ്വാസത്തിൻ്റെ ആഴമുണ്ട്. അദ്ദേഹം പറയുന്നത് ദൈവമാണല്ലോ അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത്. അതെപ്പോഴും മനുഷ്യൻ്റെ വാക്കുകളല്ലോ, ഒരാളെക്കുറിച്ച് അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് ദൈവമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ എല്ലാ സാക്ഷ്യത്തിലും ഉണ്ട്. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ അത് കുറച്ചും കൂടെ പ്രകടമായിട്ടും ശക്തമായിട്ടുമുണ്ട്. പക്ഷെ അതേ ശബ്ദം വെച്ച് തന്നെ, ദൈവം ദാനമായിട്ട് നൽകിയ ശബ്ദം വെച്ച് തന്നെ ദൈവനാമത്തിൽ സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തി എന്നുള്ളതും, ഒപ്പം ഈ യാത്രയിലൊക്കെയും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഇവരോടൊപ്പം ഉണ്ടായിരുന്നുള്ളത് അത് ഈ ഒരു മേഖലയെന്നല്ല, കുടുംബത്തിലും ഉൾപ്പെടെ. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഇത്രയും പ്രകടമായിട്ട് ദൈവസാന്നിധ്യം ദർശിക്കുവാനും അതിൻ്റെ അനുഭവങ്ങൾ കാണുവാനും ദൈവം നമ്മൾ ഇടവരുത്തുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശബ്ദത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയും. ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഒരു പക്ഷേ ശാസ്ത്രത്തിനും അപ്പുറം നിൽക്കുന്ന വലിയൊരു ശക്തിയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലൂടെ യേശു നൽകിയ ഈ വലിയ ശബ്ദത്തിൻ്റെ അനുഗ്രഹത്തിനെ ഓർത്തും മറ്റെല്ലാ അനുഭവങ്ങളെ ഓർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജോസഫ്, വീട് എറണാകുളം. ഞാൻ 2018 ഓഗസ്റ്റ് 9 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അത് 1 വർഷത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2022 ഏപ്രിൽ 10 ഞാൻ പിന്നെ പുതുക്കുന്നത്. പുതുക്കി അതിൽ ആദ്യം ഒരു നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തന്നു. അത് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. അതിനുശേഷം ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇനിയുള്ള എൻ്റെ നിയോഗങ്ങൾ അമ്മ ഒരു ഗ്യാപ്പിട്ട് എനിക്ക് സാധിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഉടമ്പടി എനിക്ക് അത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും പുതുക്കി അന്ന് രാത്രി ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ കാതിൽ വന്ന് 3 പ്രാവശ്യം എന്നോട് പറഞ്ഞു, നീ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സഹനങ്ങൾ വരാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ വന്നു. അതെൻ്റെ തൊഴിലിനെ വരെ ബാധിച്ചു. ജോലിക്ക് പോയിട്ട് ജോലി എടുത്ത പൈസ ഫുള്ള് കിട്ടാതെ പോരേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. 3,500 രൂപയോളം തരാതെ വന്നു. പക്ഷെ ഞാനത് ഉപേക്ഷിച്ചു. അതിനുശേഷം വീണ്ടും മറ്റൊരു സ്ഥലത്ത് ചെന്നു. അവിടെയും ജോലി ചെയ്ത് ജോലി കഴിഞ്ഞ് പോരാൻ സമയം 37,000 രൂപ തരേണ്ട സ്ഥാനത്ത് 25,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടെന്ന് വെച്ച് പറഞ്ഞ് ബാക്കി 12 രൂപ അടുത്ത ആഴ്ച അക്കൗണ്ടിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് പോന്നു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ 5,000 രൂപ ഇട്ട് തന്നു. വീണ്ടും 2 മാസം കഴിഞ്ഞപ്പോഴാണ് ബാക്കി 7,000 രൂപ അക്കൗണ്ടിൽ ഇട്ട് തന്നു. ഇതൊക്കെ മാതാവ് തരുന്നൊരു സഹനമായിട്ട് ഇട്ട്. സഹനങ്ങൾ തരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ജോബിനെ കുറിച്ചാണ്. ദൈവം
ജോബിനെ സാത്താനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴേക്കും ജോബ് സഹനങ്ങൾ വരുമ്പോഴേക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് വന്ന സഹനങ്ങളെല്ലാം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മകൾക്കൊരു വിവാഹാലോചന വന്നു. അത് വന്ന് ആദ്യം കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. അവർ വന്ന് വിവാഹം ഉറപ്പിച്ചിട്ട് പോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയൻ എന്നോട് വന്നിട്ട് പറഞ്ഞ്, ചേട്ടൻ പയ്യനെക്കുറിച്ച് ചില മോശമായിട്ടുള്ള ചില ഇത് കേൾക്കുന്നുണ്ട്, ഒന്ന് അന്വേഷിച്ചിട്ട് മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ 2-3 പേരിൽ നിന്ന് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന അമ്മയുടെ അടുത്താണ്, എനിക്കൊരു മറുപടി തരേണ്ടത് അമ്മയാണ്. ഞാൻ അതിൻ്റെ പുറകെ പോയാൽ എൻ്റെ ഉടമ്പടി മുടങ്ങും. അതുകൊണ്ടിട്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. അമ്മ എനിക്കൊരു മറുപടി തരണം. അമ്മ തരുന്ന അമ്മയുടെ വാക്കാണ് എനിക്ക് അവസാന വാക്ക്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച കൊണ്ടിട്ട് മാതാവ് അത് ആ വിവാഹാലോചന തന്നെ അമ്മ എനിക്ക് മാറ്റി തന്നത്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ പത്രം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 7-ാം തീയതി പത്രം മേടിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സ്റ്റാളിൽ ഞാൻ ഉടമ്പടി തിരി വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ചേച്ചി അവിടെ നിന്നുകൊണ്ട് കീ ചെയിൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു, ഒരു കീ ചെയിൻ പറഞ്ഞ് വാങ്ങിച്ചോടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴേക്കും വേറെ കീ ചെയിൻ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, എൻ്റെ മനസ്സിലെ തോന്നലായിരിക്കും എന്നറിയാം. ഞാൻ വാങ്ങിക്കാതെ തിരിച്ചു പോയി. അപ്പോൾ കടബാധ്യതകൾ കുറച്ചുണ്ടായിരുന്നു എനിക്ക്. അത് തന്നെയല്ല, മകൾ ജോലിക്ക് പോകുമ്പോൾ രാത്രി വൈകി വരുന്നത് കൊണ്ടിട്ട് ബസ് കിട്ടാതല്ലേ. അപ്പോൾ മകൾക്കൊരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ചിട്ടി വീഴട്ടെ, 2 ചിട്ടിയുണ്ട്, അത് കിട്ടിയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു ചിട്ടി കിട്ടിയിട്ട് ഇനി എപ്പോഴാണ്, അതൊക്കെ മാതാവ് ക്രമീകരിച്ച് തന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ പോയി. പള്ളിയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 സംഘടനകളിലൊക്കെ ഉള്ളാരണം, വിൻസെൻ്റ് പോളിലൊക്കെ ഉള്ളാരണം പോയി വൈകിയേ വരുള്ളൂ. 9 മണിക്ക് ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ്, താനവിടെയാണ് ഇത്, തനിക്ക് ചിട്ടി വീണിട്ടുണ്ട്, തന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അനിയൻ എന്നോട് പറഞ്ഞ്, ചേട്ടാ ചിട്ടി വീണിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞു, മാതാവ് എല്ലാം ക്രമീകരിച്ച് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതല്ല ചേട്ടാ, 2 ചിട്ടിയും ചേട്ടന് തന്നെ വീണിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കടബാധ്യതകളെല്ലാം മാതാവ് മാറ്റി തരികയും ചെയ്ത് മകൾക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിച്ചു. വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പൈസ എൻ്റെ മകൻ്റെ കയ്യിലേക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് നീട്ടിയ പൈസ ഞാൻ പിൻവലിച്ച് പെട്ടെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അപ്പം മാതാവ് ഇവിടെ വെച്ച് എന്നോട് പറഞ്ഞ കീ ചെയിൻ വാങ്ങിക്കാൻ പറഞ്ഞത് ഇതെല്ലാം ക്രമീകരിച്ചുകൊണ്ടിട്ടാണ് മാതാവ് പറഞ്ഞത് എനിക്ക്. അപ്പോഴാണ് മനസ്സിലായത്. അതുകൂടാതെ കാരുണ്യപ്രവൃത്തി ഞാൻ എറണാകുളം ആസ്പത്രിയിൽ ചെന്നിട്ട് രോഗികളെ കണ്ട് തിരിച്ചു പോകുന്നെങ്കിൽ എനിക്കത് ഒരു തൃപ്തിയായിട്ട് തോന്നിയില്ല. അന്ന് രാത്രി ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴേക്കും എന്നോട് വന്നിട്ട് മാതാവ് എന്ന് പറഞ്ഞ്, നീ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചെന്നിട്ട് ക്യാൻസർ വാർഡിൽ ചെന്നിട്ട് അവിടുത്തെ ഡ്യൂട്ടി നഴ്സിനോട് നീ ചോദിക്കണം, ഒരു നേരം പോലും മരുന്ന് വാങ്ങാനായിട്ട് കഴിവില്ലാത്തവരുണ്ടാവും അവിടെ, അവരെ ചെന്ന് സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ക്യാൻസറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തിയെ ഞാൻ ചെന്ന് കണ്ടു, അവനെ സഹായിച്ചു. അവന് ഉടമ്പടി തൈലിനെ ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നു. 2 തവണ ഞാൻ ആ വ്യക്തിയെ പോയി ചെന്ന് കണ്ട് ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ സഹായിച്ചു പോകുന്നതാണ്. പിന്നെ അതുകൂടാതെ ഒരുപാട് ആൾക്കാരെ ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾക്കും സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ നാട്ടിൽ 2 വീടുകൾ, ഒരു നിവൃത്തിയില്ലാത്ത 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ അവരെ സഹായിച്ച് ഇത് കഴിഞ്ഞ് പിന്നെ ഒരു സാമ്പത്തികമായിട്ട് ഞാൻ കാർപ്പൻ്ററാണ്. അപ്പോൾ എൻ്റെ തടി കൊണ്ടും ചെയ്യാവുന്ന ഇത് സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത് എൻ്റെ മകൾ അറിഞ്ഞിട്ട് എൻ്റെ മകൾ എന്നോട് ചോദിച്ചത്, അപ്പോൾ പൈസ കൊടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ അവനെ കൊടുത്തു. അപ്പോൾ നമ്മളുടെ വീട് ആര് ചെയ്തു തരുമെന്ന് ചോദിച്ചു.
അപ്പം മകൾ എന്നോട് അത് പറഞ്ഞതെന്ന് വെച്ചാണെങ്കിൽ 2018 വെള്ളപ്പൊക്കം വന്നതിന് ശേഷം വീട് ഇത്തിരി ശോചനീയാവസ്ഥയിലാണ് എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടിട്ട് മകളങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മാതാവ് ചെയ്തു തരും മോളെ എന്ന് പറഞ്ഞ്. ആ മാതാവ് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇരുന്നു എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ മോളോട് ഇത്ര പറഞ്ഞുള്ളൂ, ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തു തുടങ്ങുമ്പോഴേ ഉള്ളപ്പോൾ കൊടുക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അമ്മയ്ക്കും മാതാവിനും എനിക്ക് ചെയ്തു തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, ജോസഫ് എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി സാക്ഷ്യം തുടങ്ങിയപ്പോൾ നമ്മളോട് പറഞ്ഞതാണ്, പരിശുദ്ധ അമ്മയിൽ നിന്ന് കൃപ സ്വീകരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുവെന്ന്. ഉടമ്പടി ജീവിതം കൃപയുടെ ജീവിതമാണ്. ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം നമ്മൾ ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഉടമ്പടി എടുത്ത് ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവെന്ന് പറയുന്നത് ഇത് കൃപ സ്വീകരിക്കുവാനായിട്ടുള്ള നിത്യതയോളം നമ്മളെ എത്തിക്കുന്ന പ്രാർത്ഥനാ ജീവിതമാണ് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈ സഹോദരനെ സഹായിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സഹോദരൻ പറയുകയായിരുന്നു, ഓരോ പ്രാവശ്യവും പരിശുദ്ധ അമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞു ചെയ്യിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് ഈ സഹോദരന് നടന്നെടുക്കുവാനായിട്ട് വളർന്നു വരുവാനായിട്ട് സാധിച്ചുവെന്ന്. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ വലിയ കൂട്ടും ഈ സഹോദരൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഭൗതികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കൂടെ നടക്കുന്നതെന്നും കൂട്ടായിരിക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നും നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചു എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുവാനായിട്ട് തനിക്ക് മനസ്സുണ്ടായതെന്ന്. ഈ സഹോദരൻ പറഞ്ഞതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഇല്ലാത്ത സമയത്ത് കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മളുടെ സമൃദ്ധിയിലും നമുക്കത് തുടരുവാനായിട്ട് സാധിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഈ സഹോദരൻ്റെ ജീവിത സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മളുടെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഉടമ്പടി ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇരു കരങ്ങളും അടിച്ച് ഈ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം.